ഹലോ ഡിയോസ്, തമ്പനിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഓണം എക്സാമിന്റെ ഡേറ്റ് വന്നു എന്ന് അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക. സോ നമ്മുടെ സർക്കാർ പുതിയ അക്കാദമിക് ഇയറിന്റെ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണം എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇതാ ഓഗസ്റ്റ് 13 നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് 21 വരെയാണ് നമ്മുടെ ഓണം എക്സാമിന്റെ പുതിയ ഡേറ്റ് വന്നിട്ടുള്ളത്. സ്കൂൾ ഇപ്പം അങ്ങോട്ട് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ, അപ്പോൾ ഇതിന് ഓണം എക്സാമിന്റെ ഡേറ്റ് വന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടെൻഷൻ ആയിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും. എല്ലാവരോടും പറയാനുള്ളത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. സോ നമ്മുടെ എക്സാം കഴിഞ്ഞാൽ ഉടനെ 22 നമ്മുടെ സ്കൂൾ ക്ലോസ് ചെയ്ത് 30 നമ്മുടെ സ്കൂൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. സോ അതാണ് നമ്മുടെ ഓണം വെക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇനി നമ്മുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട് ഓണം എക്സാമിന് എന്നുള്ളതാണ്. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ 3-നാണ്. നിങ്ങൾ ചിലപ്പോൾ ജൂൺ 4-നോ 5-നൊക്കെ വീഡിയോ കാണുന്നുണ്ടാവുക. എന്തായാലും ഇനി ജൂണിൽ നമുക്ക് ആകെ 19 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളത്. സോ നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജൂലൈയിൽ 23 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ ഓഗസ്റ്റിൽ 7 ദിവസങ്ങളും. എക്സാം ഓഗസ്റ്റിലാണ്. സോ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് 7 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പം മറന്നു പോകേണ്ട, ടോട്ടൽ 49 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനിയും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും റെഡി ആകുക. ഒരു 49 ദിവസം മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, MS സൊല്യൂഷൻ്റെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബാച്ചിൽ 10ൻ്റെയും 8ൻ്റെയും 9ൻ്റെയൊക്കെ ബാച്ച് നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്തു. സോ കോൺടാക്ട് നമ്പർ ഞാൻ സാർ താഴെ കൊടുക്കാം. അതിലേക്ക് വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാം. എക്സാമിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാൻ മറക്കില്ലേ.